ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖായിരിക്കുന്ന സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെമിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അരി ഉണ്ടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നോമ്പിന് കിറ്റിൽ കിട്ടിയ കുറച്ച് പൊടിയരിയാണ്. കഞ്ഞി വെക്കാൻ കിട്ടില്ല, നല്ല വട്ടയരിൻ്റെ പൊടിയരി. അത് പൊളിച്ചതൊക്കെ നമുക്ക് കഞ്ഞി വെക്കാം, നോമ്പ് പറഞ്ഞതിന് ശേഷം കഞ്ഞി വെക്കാൻ അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ കുറച്ചുണ്ട്, കൂടുതലുണ്ട്, നാശമായി പോകേണ്ട വെച്ചിട്ട് ഞാനിത് അരിയുണ്ട ഉണ്ടാക്കുക എന്ന് കരുതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി നമുക്കത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഏലക്കായ ഇട്ടേക്ക് ഏലക്കായ ഇട്ടാൽ മതി, അതല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് നല്ല, ഇപ്പോൾ ഞാൻ തീ ചെറിയ സിമ്മിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചൂട് മതി, ഈ ചൂടിൽ കിടത്ത് ഇതൊന്ന് മുരിഞ്ഞ് വരും. ഇത് നമുക്ക് പൊടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ചെറിയ ജീരകം, ഏലക്കായ ഒന്നും ഇടുന്നില്ല, ജീരകം. ഏലക്കായ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇവിടെ നല്ല ഏലക്കായ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. നമുക്കിതിലേക്ക് ചെറിയ തേങ്ങയാണ്, ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയെടുക്കാം. അരി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വെക്കാം. ഇനി അതിലേക്ക് വേണ്ട ഒരു തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു, 2 അച്ച് വെല്ലം, ബാക്കി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം വെല്ലം കുറവാണ്, അതുകൊണ്ടാണ്. വെല്ലം ഉണ്ടെങ്കിൽ മുഴുവൻ വെല്ലം തന്നെ ഇടാം. ഞാൻ വെല്ലം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, കടല എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മളെ വീട്ടിലിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് വൈകുന്നേരത്തിനൊരു 4 മണി പലഹാരമാക്കിയിട്ട് ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് തെരിപ്പൊടെ ഉള്ളത് അടുത്ത് രണ്ടാമത്തതും പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കൈ കൊണ്ട് കുറച്ച് ചൂടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിതുപോലെ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത് സാധാ ചോറ് വെക്കുന്ന അരി കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, മട്ട അരി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ്. വൈകുന്നേരം കുട്ടികൾക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക, മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനെ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അരിയുണ്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ ഒന്നൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.